ജനാധിപത്യ മര്യാദകളോ കീഴ്വഴക്കങ്ങളോ പാലിക്കാതെയുള്ള തീരുമാനമാണ് വി.ഡി. സതീശന്റെ കാര്യത്തിൽ ഉണ്ടായതെന്ന് ജി. സുകുമാരൻ നായർ ആരോപിച്ചു. ഈ തീരുമാനമായിരുന്നു ഹൈക്കമാൻഡ് എടുക്കേണ്ടിയിരുന്നതെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. എം.എൽ.എമാരുടെ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ മുസ്ലിം ലീഗാണ് പ്രധാനമായും സമ്മർദ്ദം ചെലുത്തിയത്. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയതിന്റെ സൂചനയാണിത്. ഭരണത്തിലും ലീഗ് പിടിമുറുക്കുമെന്നതിന്റെ തെളിവാണിതെന്നും ജി. സുകുമാരൻ നായർ വിമർശിച്ചു. ഈ തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസനമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് തുടർച്ചയായി അവഗണിക്കുകയാണ്. മാനദണ്ഡങ്ങൾ നോക്കിയാൽ ചെന്നിത്തലയായിരുന്നു മുന്നിൽ നിൽക്കേണ്ടിയിരുന്നത്. രാജാവില്ലാത്ത കാലത്തെ രാജകുമാരനാണ് സതീശനെന്നും അദ്ദേഹം പരിഹസിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് മുമ്പും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണയും ലീഗിന് തന്നെ വകുപ്പ് നൽകുന്ന സ്ഥിതിയാണ്. ഇത് വർഗീയത രൂക്ഷമാക്കാൻ കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ആക്ഷേപത്തിന് മുമ്പ് പലരും ഉന്നയിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി ഏറ്റെടുക്കണം, ജനകീയ പ്രസ്ഥാനം ഏറ്റെടുക്കണം, പാർട്ടി ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. അന്നൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അന്നൊക്കെ സമ്മർദ്ദത്തിൽ നിന്നു. വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്താൽ അവിടെ സാമൂഹിക നീതി ഉറപ്പാവില്ല എന്നുള്ളതാണോ NSSന്റെ നിലപാട്? തീർച്ചയായിട്ടും ഞാൻ അക്കമിട്ട് പറയുന്നു. തീർച്ചയായിട്ടും അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കുകയുള്ളൂ. എല്ലാവരും അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഇത് കുറച്ച് കൂടുതലാണ്. സതീശനെ തിരഞ്ഞെടുത്ത രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്ന സൂചനയാണ് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.